സർവീസ് ചെയ്യാൻ കൊടുത്തിട്ട് പുത്തനായി നമ്മുടെ കയ്യിലേക്ക് ഇടുന്ന ദിവസം രാവിലെ തന്നെ കടയിൽ നിന്ന് ചേട്ടന്മാർ വിളിച്ചിട്ടുണ്ട്. ഇനി വണ്ടി സ്പോട്ടിൽ പോയി പോകണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. വണ്ടി സർവീസിനായി കൊടുത്ത് നമ്മുടെ സ്പോട്ട് ഇതാണ് കൂത്താട്ടുള്ള EVO ഹോണ്ട. ഇവിടുത്തെ സർവീസിംഗ് ഒക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത. ഇന്നലെ രാവിലെ അപ്പനാണ് വണ്ടി കൊണ്ട് കൊടുത്തത്. വണ്ടി തിരിച്ചെടുക്കാൻ വേണം ഞാനും ബെസ്റ്റ് കോമ്പിനേഷൻ. വണ്ടി ഇറങ്ങിയപ്പോൾ അമ്മ തന്നെയാണ് ആദ്യം കടയിൽ കയറുന്നത്. നമ്മളെന്തായാലും പറയും പോകണമാണ് ബെറ്റർ. വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കുന്ന സമയം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ഇന്നലുണ്ട്. അതും കൂടെ ഈ പോക്കറ്റിൽ ഒന്ന് സെറ്റ് ആക്കണം. ചേച്ചി അമ്മയുടെ ഇൻഷുറൻസിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് സംസാരിച്ച എന്റെ കാര്യം തീരുമാനമാവും. അത് ഉറപ്പാണ്. നിലവിൽ കൊടുത്തേക്കണ വണ്ടിയുടെ ഇൻഷുറൻസ് പുതുക്കേണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അതിന് സമയമായിട്ടില്ല പോലും. ഇനിയിപ്പോ നമ്മൾ വന്ന വണ്ടിയുടെ ആണെന്ന് അറിയില്ല. ചേച്ചി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളിപ്പോ വന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഞാനങ്ങ് നോക്കി. ആ നമ്പർ പ്ലേറ്റ് ഇട്ട് കൊടുത്തപ്പോഴാണ് സിസ്റ്റത്തിൽ കാര്യം കാണുന്നത്. മെസ്സേജ് വന്നേക്കണം നമ്മളിപ്പോ വന്ന വണ്ടിയുടെ സർവീസിന് കൊടുത്ത വണ്ടിയുടെ അല്ല. എങ്ങനെ ഇരിക്കും നിലവിൽ കൊടുത്ത വണ്ടിയുടെ സർവീസിംഗ് ഫീ എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ താഴെ താഴെ ചേച്ചിയുടെ നമ്മളത് നോക്കി. ഇനി ഇവനെ പൊക്കിക്കൊണ്ട് മേലത്ത് ചേച്ചിയുടെ കൊണ്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ വണ്ടിയുടെ സർവീസിംഗ് ഫീസ് നമുക്ക് അടയ്ക്കും. അമ്മ ജീപേ ചെയ്യുന്ന വെച്ചാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ അമ്മ തന്നെ എന്നോട് ജീപേ ചെയ്യാൻ പൈസ കൊടുത്ത് അയച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ പേപ്പർ കൊണ്ട് താഴെ കൊടുത്താൽ നമ്മുടെ വണ്ടി ഇറക്കി കിട്ടും. അതുകൊണ്ടങ്ങ് പോയാൽ മാത്രം ചേച്ചി എന്ന പേപ്പർ നമ്മൾ താഴെ കൊണ്ട് കൊടുത്തപ്പോൾ ചേട്ടൻ നമ്മുടെ വണ്ടി ഇറക്കി തന്നെ. ഇതാണ് സർവീസ് ചെയ്ത് കൂട്ടപ്പനാക്കി നമ്മുടെ വണ്ടി. ഇനി ഇവനെ കൊണ്ട് വീട്ടിൽ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്താൽ വീണ്ടും കാണാം.